ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ഓണം ആഘോഷിക്കൂ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. ഈ അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി 1.9% മുതൽ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന വിലയിൽ ഉടൻ പണം. കൂടാതെ തിരുവോണ നാളിൽ സൂപ്പർ ബമ്പർ നറുക്കെടുപ്പ്. 1ാം സമ്മാനം ഗോൾഡ് നെക്ലേസ്, 2ാം സമ്മാനം ഗോൾഡ് റിംഗ്, 3ാം സമ്മാനം ഗോൾഡ് ലോക്കറ്റ്. 10 പേർക്ക്. Maharaja Gold and Diamonds, India and UAE. രവീന്ദ്ര സംഗീത സന്ധ്യ KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരസഭ പനേപ്പള്ളി ഡിവിഷൻ കൗൺസിലർ സനൽമോഹൻ നേതൃത്വം നൽകുന്ന സർഗവേദി ഓണാഘോഷ സമാപന സമ്മേളനവും രവീന്ദ്രൻ സംഗീതോത്സവവും ഡിവിഷനിലെ കൊച്ചുണ്ണി മാസ്റ്റർ പാർക്കിൽ MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. നന്ദകുമാർ, യേശുദാസ്, ലോഷിമ സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. കൗൺസിലർ സനൽമോഹന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇവിടെ ഓണത്തിന് മാത്രമല്ല, ക്രിസ്മസും ന്യൂ ഇയർ വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം കൗൺസിലറിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിവിഷനിലെ ഇതുപോലുള്ള ജനപങ്കാളിത്തമുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തി പോകാറുണ്ട്. നമുക്കറിയാം, പല പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുമുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലാകാരന്മാർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഗായകരെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർഗവേദിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. ആ സർഗവേദിയുടെ ഗായകർക്ക് ചടങ്ങിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭന രവീന്ദ്രനെ ആദരിച്ചു. രവീന്ദ്രൻ മാസ്റ്റർ ഗാനസന്ധ്യയിൽ സർഗവേദി ഗായകരുൾപ്പെടെ പ്രശസ്ത ഗായകരായ അൽക്ക അഷ്കർ, യഹിയ അസീസ്, യദുനന്ദൻ, നബീൽ ഹക്കീം എന്നിവർ മാസ്റ്ററുടെ പാട്ടുകൾ ആലപിച്ചു. സന്തോഷം. എന്നിവിടേക്ക് എത്തുന്നതിന് മുമ്പ് എന്നെ ഇവിടേക്ക് വിളിച്ചത് നന്ദകുമാറാണ്. നന്ദകുമാറിനെ കുറെ വർഷങ്ങളായിട്ട് നന്ദകുമാറിൻ്റെ കുടുംബത്തെയും നന്നായിട്ട് പരിചയമുണ്ട്. നന്ദകുമാറിൻ്റെ മകൻ യദുനന്ദൻ ഞങ്ങൾ രവീന്ദ്ര സംഗീതോത്സവത്തിൽ സ്ഥിരം ഒരു പാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ പരിചയമാണ്. എന്തായാലും ഇവിടെ എത്താൻ സാധിച്ചതിലുള്ളൊരു സന്തോഷമുണ്ട്. കാരണം സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടിച്ചേർക്കലാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒന്നാണ് സംഗീതം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു വേദിയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹമാണ്, സനൽമോഹനാണ് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചതും അതിനുവേണ്ടി മുൻകൈ എടുത്തതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഓരോ സ്ഥലത്തും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആ നാട്ടിൽ എല്ലാവരും നമ്മളൊരു എന്താ പറയുക, ഒരു സിമ്പിൾ ഒരു ഹാർമണി ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.